എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. പാനൽ സത്യത്തിൽ ഈ പാനൽ പോയതാണ്. ഈ പാനൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡബിളിങ് വരുന്ന മിക്കവാറും സെറ്റുകളുണ്ട്. എല്ലാ വീടുകളിലും മിക്കവാറും ഡബിളിങ് വരിക, കളർ ചേഞ്ച് വരിക, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇട്ട ആൾക്കാർ യൂസ് ചെയ്യും. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പാനലിൽ ചെറിയ വരകൾ വന്ന് പാനൽ ഫുൾ ഷോർട്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡബിളിങ് വരിക, കളർ ചേഞ്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ടി വി പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുക. കേരളത്തിലുള്ള എല്ലാ സർവീസ് സെൻറ്ററുകാർക്കും ഇത് ചെയ്യാൻ അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അല്ലെങ്കിൽ ലേസർ ചെയ്യുന്നവരുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ മാനുവലായിട്ട് ചെയ്യുന്ന ലേസർ വെച്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. 1000 രൂപ കൊടുക്കുന്നത് അല്ല 2000 രൂപ കൊടുക്കേണ്ടടുത്ത് 6000 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ലേസറുകാരെ ഞാൻ കുറ്റം പറഞ്ഞാൽ അവർ അത്ര മെഷീനെല്ലാം മേടിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ, ഒരു പാനൽ പോയ ടി വി ഒന്നെങ്കിൽ നമ്മൾ ആ പാനൽ മാറി ഉപയോഗിക്കുക, പുതിയ പാനൽ മേടിച്ച് ഉപയോഗിക്കുക. എല്ലാ കമ്പനികളും പല പാനലുകളും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ ഈ വി യു എന്ന് പറഞ്ഞ ടി വി ആയിരുന്നല്ലോ, ഇത് വി യു. സത്യത്തിൽ ഈ ടി വി വി യു അല്ല. ഈ ടി വിയുടെ യഥാർത്ഥ ഒറിജിനൽ അപ്പനും അമ്മയും ആരാന്നുള്ളത് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം എ യു എന്ന് പറഞ്ഞ പാനൽ വേറെ ആളാണ്, വി യു ആയിട്ടൊരു ബന്ധമില്ല. ഇത് കണ്ടോ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിൻ്റെ സ്ട്രിപ്പ് ഊരാം, മറിക്ക് സ്ട്രിപ്പ് ഊരാം, അപ്പോൾ എളുപ്പമുണ്ട്. അല്ല, സ്ട്രിപ്പ് ഊരണ്ട, ഇവിടെ പിടി. ഫോക്കസ് ചെയ്തിട്ട് പ്ലേഡ് ഓടിക്കും. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഹൈസെൻസിൻ്റെ ബോർഡും ഹൈസെൻസിൻ്റെ ബാക്ക് കവറും എ യുടെ ബോർഡ്, പേര് വി യു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആണ് ഇത് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ഇത് ഹൈസെൻസിൻ്റെ തന്നെ ബോർഡാണ്. ഇത് വേറെ ആരാണ്ടോടോ മേടിച്ച ബോർഡാണ്. അങ്ങനെ ഉള്ള ഇതിലാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നുണയൊന്നുമല്ല പറഞ്ഞെന്ന് കണ്ടല്ലോ. ഹൈസെൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, ഒരു ചൈനീസ് ബ്രാൻഡാണ്. അവരുണ്ടാക്കി കൊടുത്തു. വി യു കാലിഫോർണിയ എന്നൊക്കെ എഴുതിയാണ് ഇത് വെച്ചിരിക്കുന്നത്. പറഞ്ഞത് കാലിഫോർണിയ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയിലുള്ള കാലിഫോർണിയയിലുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇത് വെച്ചിരിക്കും. പിന്നെ എൻ്റെ ഊഫറൊക്കെ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഞാനൊരു ബ്രാൻഡിനെ കുറ്റം പറയുമല്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി വരുന്നത്. ജപ്പാനാ അമേരിക്കനാന്നൊക്കെ പറയും, പക്ഷേ ഉണ്ടാക്കുന്നതെല്ലാം നമ്മുടെ പാവപ്പെട്ട ചൈനക്കാർ തന്നെ. അതിനുള്ള തെളിവ് ഇതാണ്ടിരിക്കുന്നു, വായിച്ചോ. കാലിഫോർണിയയിലുണ്ടാക്കിയ സെറ്റിനെ മറ്റേ മമ്മൂക്കോയ പറയുന്നില്ല, കാലിഫോർണിയയ്ക്ക് കയറ്റാൻ പോകുന്ന ഉരു കയറ്റ മെയ്ഡ് ഇൻ ചൈന എന്ന് വായിക്കാമല്ലോ. അതിൻ്റെ അടിയിൽ എഴുതിക്കുന്നു മെയ്ഡ് ഇൻ ചൈന. അപ്പോൾ കാലിഫോർണിയ എന്ന് എഴുതുന്ന ടി വി മെയ്ഡ് ഇൻ ചൈന. കാലിഫോർണിയ എവിടെ കിടക്കുന്നു, ചൈന എവിടെ കിടക്കുന്നു, നിങ്ങൾ മാപ്പെടുത്ത് നോക്കുക, ലോകത്തിൻ്റെ മാപ്പ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇവർ കുറേ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിലൊരു ചെറിയ ലൈനുണ്ട്, ചെറുതായിട്ടുണ്ട്, പക്ഷേ അതെല്ലാം വേറെ വഴിയില്ല. ഈ കസ്റ്റമർക്ക് ചെയ്യാനുള്ള വർക്കൊന്നും ഇതിനകത്തില്ല, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യൂട്യൂബ് അതിനകത്ത് വെച്ചിട്ടുണ്ട്, ജോയിനിങ് വെച്ചിട്ടുണ്ട്. ജോയിനിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചാൽ നമുക്ക് എന്താവിധ സപ്പോർട്ടുകളും നമുക്ക് തരാൻ പറ്റും. അറിയാവുന്നതല്ലേ. എന്നാണേലും ഒരു വി യു കമ്പനി കാലിഫോർണിയയിലാണെങ്കിലും ഉണ്ടാക്കിയത് ചൈനയിലാണെന്ന് അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ ബൈ വി യു കാലിഫോർണിയ. ഡിസൈൻ കവറിൻ്റെ പടം വരച്ചത് കാലിഫോർണിയയിലും മാനുഫാക്ചർ ഇൻ ചൈനയുമാണ്. അപ്പോൾ ഒരു ചൈനീസ് ടി വി ആയി മാറി വി യു. പിന്നെ വി യുവിനെ മാത്രം കുറ്റം പറയേണ്ട, എല്ലാ ബ്രാൻഡും ചൈനയിലൊക്കെ പോയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. വി യു 127 സെൻറ്റിമീറ്റർ 50 ഇഞ്ച് LED ടി വി.
LED N50K 31.0X 3D. 3D ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ എല്ലാത്തിൻ്റെ അകത്തും ഇങ്ങനെ ഓടിച്ചു വെക്കാറുണ്ട്, ഓഡിയോ ഇന്നിനകത്ത്, AV ഇന്നിനകത്ത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ വെക്കുക. വെച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് സെറ്റാവും. സെറ്റായി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മേളിലേക്ക് ഇങ്ങനെ വലിച്ചൂരിയെടുത്താൽ അല്ല, വലിച്ചൂരിയെടുത്താൽ മതി. ഇങ്ങനെ സാധനം കിട്ടാം. അപ്പോൾ ഇതാണ്ട് ഇത് ആദ്യത്തെ സാധനം ഇതിനകത്ത് നിന്ന് ഊരിയെടുത്താണിത്, നിങ്ങളിപ്പോൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് കൂട്ടൊരു കമ്പി ഇതിനകത്ത് നിന്ന് ഉരിച്ചെടുക്കാനാണ് അടുത്ത പാട്. ഇനിയിപ്പോൾ കമ്പി ഊരണ്ട, അതവിടെ ഇരുന്നോട്ടെ, നമുക്ക് തിരിച്ചു പിടിക്കാം. ഇതൊരു ചെറിയ കമ്പിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അത് വേണ്ട, ഇതേ പിടിച്ചാൽ മതി. ഇങ്ങനെ അയൺ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി വിടുക. ഇച്ചിരി അങ്ങോട്ട് ഇറങ്ങി പൊക്കോട്ടെ. ഇറങ്ങിക്കഴിഞ്ഞ് ഒരു മിനിറ്റ്, കുറച്ച് നേരം സമയം കൊടുക്കുക. സമയം കൊടുത്തതിന് ശേഷം മേലേക്ക് പതുക്കെ വലിച്ചാൽ മതി. ഇത് തന്നെ, ഇത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ 2 സൈഡുമായി. ഇനി മൂന്നാമത് ഒരുത്തിനെ കൊണ്ടെടുക്കാം. അവനെ ഇനി എടുക്കണമെങ്കിൽ ഇതൊരു കളപ്പോയി. അത് മൂന്നാമത്തവൻ. വെറുതെ ഒരു കമ്പി എടുക്കുക, സോൾഡറിങ് ചെയ്യാൻ കുത്തി പതുക്കെ പതുക്കെ ചൂടാകുമ്പോൾ അതങ്ങോട്ട് ഇറങ്ങി പൊക്കോളൂ. അത് പ്ലാസ്റ്റിക്കാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിവിടെ പിന്നുണ്ടാക്കിയിരുന്ന എല്ലാം മെറ്റലായിരുന്നു. ചൈനക്കാരുണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ പ്ലാസ്റ്റിക് മെറ്റൽ പൂശിയിരിക്കുക. നമ്മുടെ സ്വർണം ഗോൾഡൻ പേരി എന്ന് പറഞ്ഞ പോലെ പണ്ട് കോപ്പറായിട്ടുള്ള ഇരുമ്പ് കമ്പിയായിരുന്നു ഇതെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഇരുമ്പ് ചൂറ്റിയിരിക്കുക. ഈ LGയുടെ ഒരു ഹോം തിയേറ്റർ ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഒരെണ്ണം എൻ്റെ ഇരിപ്പുള്ളൂ LGയുടെ, ബാക്കി മുഴുവൻ ഇരിക്കുന്ന സോണിയാണ്. അപ്പോൾ സോണിയുടെ ആണെങ്കിൽ ഇരിക്കുന്ന ഹോം തിയേറ്ററുകൾ ഏതെങ്കിലും മോഡലിൻ്റെ ICO ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളതാണ്, ഞാൻ തരാം. ഇതെല്ലാം എൻ്റെ കളക്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മോഡലാണ് നിങ്ങളുടെ ഇരിക്കുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്ത് ഞാനിട്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂവിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഒന്ന് ഇട്ടതായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.